ഹലോ, വെൽക്കം ബാക്ക്. ഇനി നമുക്ക് ഈ HTML ടാഗ്സിനെ കുറിച്ച് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഇവിടെ ഡോക് ടൈപ്പ് ഓർ ഡോക്യുമെൻറ്റ് ടൈപ്പ് കാണാം. ഇത് നമ്മുടെ ബ്രൗസറിനോട് നമ്മുടെ ഡോക്യുമെൻ്റ് ഏത് ടൈപ്പാണെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. സോ ഹിയർ ഇറ്റ് ഈസ് HTML, സോ ഡോക് ടൈപ്പ് ഈസ് HTML. നൗ വാട്ട് ഈസ് എ ടാഗ്? നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്പൺ ബ്രാക്കറ്റ്, അതുപോലെ തന്നെ ഒരു ക്ലോസ് ബ്രാക്കറ്റ് കാണാം. ഒരു ഓപ്പൺ ആംഗിൾ ബ്രാക്കറ്റാണ്, അതുപോലെ തന്നെ ഒരു ക്ലോസ് ആംഗിൾ ബ്രാക്കറ്റാണ് ഇവിടെ ഉള്ളത്. സോ അതിനുള്ളിൽ നിൽക്കുന്ന ടേംസ് ലൈക്ക് HTML, ഹെഡ്, ബോഡി, ഇതിനെയൊക്കെയാണ് HTML ടാഗ്സ് എന്ന് പറയുന്നത്. ആൻഡ് യു ക്യാൻ സീ സം അഡീഷണൽ പ്രോപ്പർട്ടീസ് ലൈക്ക് ID, ക്ലാസ്, എക്സെട്ര. സോ ദീസ് പ്രോപ്പർട്ടീസ് ആർ ആഡഡ് ടു ദി ടാഗ്. ഇനി നമുക്ക് ഈ ഹെഡ് ടാഗിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. മെറ്റ മീൻസ് മെറ്റാഡാറ്റ. നമുക്കിവിടെ മെറ്റാഡാറ്റ എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ മെഷീൻ പാസബിൾ ഡാറ്റ, ബട്ട് ഇറ്റ് ഡസ് നോട്ട് അപ്പിയർ ഓൺ ദ വെബ്സൈറ്റ്. ഇതൊരു മെഷീൻ പാസബിൾ ഡാറ്റയാണ്, ബട്ട് ഒരിക്കലും നമ്മുടെ വെബ്സൈറ്റിൽ അപ്പിയർ ചെയ്ത് വരില്ല. ഇൻസ്റ്റഡ് ഇറ്റ് ഗിവ്സ് സം അഡീഷണൽ ഇൻഫർമേഷൻ ടു ദി ബ്രൗസർ. നമ്മുടെ ബ്രൗസറിന് കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻസ് കൊടുക്കുകയാണ്, സോ ദാറ്റ് ഇറ്റ് ക്യാൻ റെൻഡർ ആൻഡ് എക്സിക്യൂട്ട് ദ പേജ് ഇൻ എ പ്രോപ്പർ വേ. നമ്മുടെ ഈ ഒരു വെബ് പേജിനൊരു പ്രോപ്പർ വേയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഡാറ്റാസ് പ്രൊവൈഡ് ചെയ്യുകയാണ് ഈ മെറ്റ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ബട്ട് ഇറ്റ് ഡസ് നോട്ട് അപ്പിയർ ഓൺ ദ വെബ് പേജ്. എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, കാർസെറ്റ് ഈക്വൽ ടു UTF-8. ഈ UTF-8 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എവറി കൈൻഡ് ഓഫ് സിമ്പിൾസ് ആൻഡ് ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. വേറൊരു സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ മെറ്റ എന്ന് പറയുന്ന ടാഗ് ക്ലോസ് ചെയ്യുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്യുന്നുണ്ട്, ക്ലോസ് ചെയ്യുന്നുണ്ട്, HTML ഓപ്പൺ ചെയ്യുന്നുണ്ട്, ക്ലോസ് ചെയ്യുന്നുണ്ട്, ബട്ട് ഈ മെറ്റ എന്ന് പറയുന്ന ടാഗ് ക്ലോസ് ചെയ്യുന്നില്ല. മീൻസ് ദീസ് ആർ സെൽഫ് ക്ലോസിങ് ടാഗ്. സോ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന സെക്ഷനിൽ ഒരുപാട് സെൽഫ് ക്ലോസിങ് ടാഗ്സ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നുണ്ട്. സോ അത് അപ്പം നോക്കാം. നൗ ടൈറ്റിൽ. ഇവിടെ ടൈറ്റിൽ വിക്കിപീഡിയ എന്നാണ് കൊടുത്തിട്ടുള്ളത്. സോ ഈ ഒരു ടാബ് ബാറിൽ കാണുന്ന നെയിമാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. സോ ഇവിടെ എന്ത് പേര് കൊടുക്കുന്നോ അതാണ് ടാബ് ബാറിൽ കാണുക. അതുമാത്രമല്ല, മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ ബുക്ക് മാർക്ക് ചെയ്യാറുണ്ട്, വെബ് പേജ് ബുക്ക് മാർക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ ബുക്ക് മാർക്ക് ചെയ്യുമ്പോൾ വരുന്ന പേരും ഈ ഒരു ടൈറ്റിലിൽ നമ്മൾ കൊടുക്കണ നെയിമായിരിക്കും. നൗ യു ക്യാൻ സീ ഇൻ അനദർ മെറ്റാഡാറ്റ വ്യൂപോർട്ട് ഹിയർ. സോ വ്യൂപോർട്ട് എന്ന് പറയുന്നത് യൂസ്ഡ് ബൈ ദ ബ്രൗസർ ടു റെൻഡർ ദ പേജ് ഇൻ ഡിഫറെൻറ്റ് ഡിവൈസ് സൈസസ്. നമ്മൾ ഈ ഒരു വെബ് പേജ് എടുക്കുക എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഡിവൈസ് സൈസിലായിരിക്കും. ഫോണിലായിരിക്കും, മേ ബി ലാപ്ടോപ്പിലായിരിക്കാം, അത് തന്നെ ഡിഫറെൻറ്റ് സൈസിലുള്ള സ്ക്രീൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ അങ്ങനെ ഓരോരോ ഡിവൈസിൻ്റെ സൈസിനനുസരിച്ച് ഈ പേജിനെ റെൻഡർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് വ്യൂപോർട്ട് ഇവിടെ കൊടുക്കുന്നത്. വ്യൂപോർട്ട് മെറ്റാഡാറ്റ ഈസ് യൂസ്ഡ് by the browser to render the page in different device sizes. So നിങ്ങൾക്ക് ഇവിടെ കാണാം, യൂസർ സ്കെയിലബിൾ ഈക്വൽ ടു യെസ്. മീൻസ് നിങ്ങൾ പലപ്പോഴും വെബ് പേജിനെ സൂം ഇൻ ആൻഡ് സൂം ഔട്ട് ചെയ്യാറുണ്ട്. ആ ഒരു ഫീച്ചർ അലോ ചെയ്യുന്നതാണ് ഇവിടെ നമ്മൾ യെസ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് ഈസ് ലിങ്ക്. സോ ലിങ്ക് എലമെൻറ്റ് യൂസ് ടു ലിങ്ക് അവർ വെബ്സൈറ്റ് വിത്ത് എക്സ്റ്റേണൽ സോഴ്സസ്. ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ സോഴ്സുമായിട്ട് നമ്മുടെ വെബ് പേജിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിങ്ക് എലമെൻറ്റ് നാം യൂസ് ചെയ്യണത്. നെക്സ്റ്റ് തിങ് ഈസ് സ്റ്റൈൽ. ഒരു വെബ് പേജിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റൈലിംഗ് ഫീച്ചർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെക്കുറിച്ച് നാം ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ചാപ്റ്ററിൽ CSS ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ അപ്പോൾ നമുക്ക് കാര്യമായിട്ട് നോക്കാം. സോ ദീസ് ആർ അബൌട്ട് ടാഗ്സ്, HTML ടാഗ്സ്.